മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റായിട്ടുള്ള ചാൾസ് ജോർജ് അദ്ദേഹം കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. നമസ്കാരം സർ. ഈ വൈപ്പിനിൽ നടന്ന ഈ കപ്പലിലെ തീപിടുത്തം താങ്കൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ആശ്വാസകരമെന്ന് പറയട്ടെ, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. അതൊക്കെ വളരെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ബോട്ടുകളിൽ എങ്ങനെയാണ് ഇങ്ങനെ തീപിടുത്തം ഉണ്ടാവുന്നത്? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇത് ഒരു കപ്പൽ പൊളിശാലയാണ് യഥാർത്ഥത്തിൽ. ഇത് ആദ്യ സംഭവമല്ല. നമ്മുടെ കണ്ണൂര് ഒരു കപ്പൽ പൊളിശാല നമ്മുടെ ഗവൺമെന്റ് മുൻകൈ തുടങ്ങിയിട്ടുമുണ്ട്. അവിടെ വലിയ മലിനീകരണം ഉണ്ടാക്കുന്നതിനെതിരെ ജനങ്ങൾക്ക് വലിയ പ്രക്ഷോഭത്തിലാണ്. പക്ഷെ ആ സമരമൊക്കെ കണ്ടെയ്ൻ ചെയ്തു പോയി, അതൊക്കെ അടിച്ചമർത്തി പോയി. ഇപ്പോൾ വൈപ്പില്ലി സ്ഥാപനം നമുക്ക് വളരെയധികം വർഷങ്ങളായി ഒരു പരിസ്ഥിതി നിയമം പാലിക്കാതെ അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്ന്, കപ്പൽ പൊളിശാല ഉണ്ടാക്കുന്ന ഗുരുതരമായ മനുഷ്യർക്ക് ആരും ഗൗരവപൂർവ്വം പരിശോധിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുരുത്തം, ഏറ്റവും ജനസാന്ദ്രതയിൽ തുരുത്തിന് ഇത്ര ഒരു സ്ഥാപനം അനുവദിക്കാൻ പാടില്ല. മാത്രമല്ല, കായൽ മുഖത്താണ്, നദി മുഖത്തല്ല, കടലിന്റെ മുഖത്താണ് ഇത് പണിതിരിക്കുന്നത്. പിന്നെ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ പെയിന്റുകളും എണ്ണയും മുഴുവൻ കടലിലേക്ക് ഒഴുകി പോവുകയാണ്. പരമ്പരക്കാണ് വലിയ ദുരിതം ഉണ്ടാക്കുന്നത്. വലിയ കടലായതുകൊണ്ട് ആരും അറിയുന്നില്ലെന്ന് മാത്രമാണ്. ഈ സ്ഥാപനങ്ങൾക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അനുമതി നൽകിയിട്ട് അനുമതിയെല്ലാം മനസ്സിലാക്കി നടത്തേണ്ടത്. അപ്പൊ അത്ര നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വളരെ വ്യാപകം നടക്കുന്നു കേരളത്തിൽ. ഇനിയുള്ള കാലത്ത് ഇതൊക്കെ കൂടാനേ പോകുന്നത്. കാരണം കേന്ദ്ര സർക്കാർ പുതിയ ബ്ലൂ ഇക്കോണമി നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബ്ലൂ ഇക്കോണമി നയത്തിന്റെ ഭാഗമായി കടപ്പുറത്ത് വൻ പദ്ധതികൾ വരികയാണ്. അതിന്റെ ഭാഗമായി കപ്പൽ പൊളിശാലകൾ, കപ്പൽ നിർമ്മാണശാലകൾ, തുറമുഖ റിലേറ്റഡ് സിറ്റികൾ, ഡെവലപ്മെന്റ് സോണുകൾ, ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ, ദേശീയപാത, തീരദേശപാത, കപ്പൽ നിർമ്മാണശാലകൾ, പോർട്ട് റിലേറ്റഡ് വർക്കുകൾ, ഇങ്ങനെ വലിയ പദ്ധതികൾ വരികയാണ്. ഈ അവര് ബ്ലൂ ഇക്കോണമിന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇനി കൂടാൻ പോകുന്നു. കേരളത്തിലെ സർക്കാരാണെങ്കിലും ഇപ്പോൾ പുതിയ സർക്കാരാണെങ്കിലും ഈ നയത്തെ എതിർക്കുന്നതിന് പകരം ഞങ്ങളെ 5 വർഷം എതിർത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന അപ്പം ചെയ്തിട്ട് കാലത്താണ് നമ്മൾ പോകുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്ന മത്സ്യത്തൊഴിലാളി വിരുദ്ധമായ ബ്ലൂ ഇക്കോണമി നയത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഉള്ള കാലത്ത് ഇന്ത്യ പോലുള്ള 3 ലോക രാജ്യങ്ങളിൽ മറ്റു കപ്പൽ പൊളികൾ അനുവദിക്കാറില്ല. ഒരു വർഷം മുമ്പാണ്, കഴിഞ്ഞ മെയ് 25-നാണ് നമ്മുടെ സംസ്ഥാനത്ത് എട്ടാത്രി കപ്പൽ മുങ്ങിയത്. ഇത്തരം 3 കപ്പലുകൾ കേരളത്തിൽ വേണ്ടി വരുന്നു, ഇവിടെ റിപ്പയർ ചെയ്യുന്നു, അതല്ല ഇവിടെ പൊളിക്കുന്നു. അത് പൊളിക്കാൻ പറ്റുന്ന കപ്പലാണ് പൊളിക്കാത്ത നമുക്കറിയാമല്ലോ. അപ്പൊ ഇത്തരം നയങ്ങൾ കൂടുതൽ കാലമാണ് വരുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ എല്ലാത്തിനും ഞങ്ങൾ വെറുതെ എടുക്കുകയല്ല. രാജ്യഗ്രാഹ്യ വിവേചനത്തോടെ നമ്മൾ ഏതൊക്കെ പദ്ധതി നടപ്പാക്കുന്ന നമ്മൾ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച ചെയ്തുകൊണ്ടാണ് ചെയ്യാനായിട്ട് ഗവൺമെന്റ്. അതൊരു നയം സർക്കാരിന് കളിക്കില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതൊക്കെ ബ്ലൂ ഇക്കോണമിയുടെ കൂടി ഭാഗമായി വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വരികയാണ്. ശരിക്കും എന്താണ് ഇതിന്റെ ഒരു പ്രതിവിധിയായി താങ്കൾക്ക് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഏറ്റവും ജനസാന്ദ്രതയേറിയ തുരുത്താണ് വൈപ്പിൽ. ഇത്ര ജനസാന്ദ്രതയേറിയ സ്ഥലത്ത് പരിസരത്ത് സ്കൂളൊക്കെ ഉള്ളതാണ്. ഇത്ര സ്ഥാപനം അനുവദിക്കാൻ പാടാന്ന് ഒന്നാമത്തെ കാര്യം. അതൊക്കെ വളരെ റിമോട്ടായിട്ടുള്ള ജനസാന്ദ്രത കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിസ്ഥിതി വകുപ്പിന് അനുമതി മേടിക്കണ്ടേ? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് അനുമതി മേടിക്കണ്ടേ? ഇതൊന്നും ചെയ്തിട്ടില്ല. അത്ര നിയമപരമായ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. 3, ഇതിലെ പ്രധാന സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളികളാണ്. അവരുമായി കൂടി ചർച്ചയുണ്ട്. അവരുമായി ചർച്ച ചെയ്ത് പ്രാദേശിക ഘടകങ്ങളുമായി കൂടി ചർച്ച ചെയ്യുന്നുണ്ട്. ഇത്തരം പദ്ധതികളൊക്കെ കൊണ്ടുവരാനാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, വളരെ നന്ദി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.